തിരുവനന്തപുരത്തും കാര്യമായി മഴ തകർക്കുകയാണ്. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. MG പ്രതീക്ഷിച്ചിരുന്നു തിരുവനന്തപുരത്ത് ഇന്നലെയും കാര്യമായി മഴ പെയ്തിരുന്നു, രാത്രിയിലും കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. ഇപ്പോഴെന്താണ് വിവരം? ഗുഡ് മോർണിംഗ് പ്രതീഷ്. SKN തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നഗരമേഖലകളിലും മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അടക്കം അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. പല ഇടങ്ങളിലും ഈ വ്യാപകമായ മഴയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഈ മരങ്ങൾ കടപുഴകിയുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ബാലരാമപുരം ഇടയ്ക്കോണം പ്രദേശത്താണ്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു തെങ്ങ് വീടിന് മുകളിലേക്ക് കടപുഴകി വീണതാണ്. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിലായിരുന്നു ഈ അപകടമുണ്ടായത്. 8 മണിയോടുകൂടി അതിശക്തമായ മഴയും കാറ്റും ഈ മേഖലയിൽ ഉണ്ടായി. തുടർന്ന് ഈ തെങ്ങ് ഈ തൊട്ട് സമീപത്തെ വീടിന് മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. ആ സമയത്ത് വീട്ടിൽ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. വളരെ തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തമുണ്ടാകാതെ ഈ കുടുംബം രക്ഷപ്പെട്ടത്. ഈ വീട്ടിലുള്ള ഈ ഗൃഹനാഥൻ തന്നെ ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. ഇന്നലെ എന്താണ് സംഭവിച്ചത് ചേട്ടാ? ഇന്നലെ 8 കാലമായപ്പോൾ കാറ്റും മഴയും ഉണ്ടായിരുന്നു. കാറ്റത്ത് മരം വീണ് ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് മരം വന്ന് വീണത്. വീണ ഉടനെ തന്നെ എല്ലാവരും വിളിച്ചും കൊണ്ട് വെളിയിലിറങ്ങി. ശക്തമായ കാറ്റായിരുന്നു. ശക്തമായ കാറ്റാണ്. ശക്തമായെന്ന് പറഞ്ഞാൽ അതിശക്തമായ കാറ്റ്. ശബ്ദം കേട്ടാണോ നിങ്ങൾ അറിഞ്ഞത്? ഈ ശബ്ദം കേട്ടി തന്നെ ഈ കാറ്റ് വരുമ്പോഴേ കതവെല്ലാം വന്ന് ടക്ക് ടക്കനെ അടയ്ക്കുന്ന സൗണ്ടും അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങാതെ ഇരുന്നതാണ്. അപ്പോഴാണ് ഈ തെങ്ങ് വീട്ടിൻ്റെ മുകളിലോട്ട് വീഴുന്നതും അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഓടിയതും. ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലത്തെ മഴ ഇന്ന് ഇതുവരെ തോർന്നിട്ടില്ല. അതുപോലെ കറണ്ടില്ല. ഈ പ്രദേശങ്ങളിലെങ്ങും കറണ്ടില്ല. അതൊരു വലിയ പ്രശ്നമായിരിക്കുന്നു. SKN ഈ ഗൃഹനാഥൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീട്ടിൽ ആ സമയത്ത് ഈ അപകടം നടക്കുന്ന സമയത്ത് ആളുണ്ടായിരുന്നു. പക്ഷേ ഈ തെങ്ങ് ഈ കടപുഴകി വീഴുന്ന സമയത്ത് പെട്ടെന്ന് ഈ ശബ്ദം കേട്ടാണ് നാട്ടുകാർ അറിഞ്ഞത്. തുടർന്ന് അവർ പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. എന്തായാലും ഈ മേഖലകളിൽ ബാലരാമപുരം നെയ്യാറ്റിൻകര മേഖലകളിൽ ഈ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും മരം കടപുഴകി വീണാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഈ വൈദ്യുതി ബന്ധം പൂർണ്ണമായും ഈ മേഖലകളിൽ നഷ്ടപ്പെട്ടിരുന്നു. അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ KSEB ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ അത് ഈ ഉച്ചയോടുകൂടി മാത്രമേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നതാണ് KSEB ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിലും സമാനമായ അവസ്ഥയാണ്. കാട്ടാക്കട, നെടുമങ്ങാട് മേഖലകളിലും വ്യാപകമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. SKN. താങ്ക് യു MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.